CPIM സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയും നാടിനെ സംരക്ഷിക്കുവാനുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ടുവച്ച സാമൂഹ്യനീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് ഒപ്പം നിലയുറപ്പിക്കുകയും അവയെ വർഗസമര കാഴ്ചപ്പാടുകളുമായി കണ്ണിചേർക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് VS. കേരളത്തിന്റെ സാമൂഹ്യ വികാസങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്ത ക്രാന്തദർശി കൂടിയായിരുന്നു സഖാവ് VS. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗസമരത്തിന്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. സ്ത്രീ സമത്വത്തിന്റെ ആശയങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുകയും ചെയ്ത സഖാവ് VS അച്യുതാനന്ദൻ മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് ഭരണകൂടത്തിന്റെ മർദ്ദന സംവിധാനങ്ങൾക്കെതിരെ നിരന്തരം പൊരുതിയ സഖാവ് VS. ദുരിതങ്ങളുടെ ആഴക്കടലിൽ നിന്നും പൊരുതി മുന്നേറി CPIM പോളിറ്റ് ബ്യൂറോ അംഗമായും സംസ്ഥാന മുഖ്യമന്ത്രിയായും സഖാവ് VS ഉയർന്നു വന്നു. കേരളീയ സമൂഹത്തിനും വിപ്ലവ പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ കരുത്തുറ്റ സംഭാവനകൾ കേരളം നിലനിൽക്കുന്നിടത്തോളം കാലം സ്മരിക്കപ്പെടും. കേരളത്തിന്റെ സാമൂഹ്യ വികാസത്തിനൊപ്പം മുന്നേറി ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ ജീവിതം സമർപ്പിച്ച വിപ്ലവകാരിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ജീവിത പ്രയാസങ്ങളിൽ ഉഴലുമ്പോഴും പതറാതെ നെഞ്ചൂക്കോടെ ജന്മത്വത്തെ മുഖാമുഖം നേരിട്ട നേതാവായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന ആദ്യകാല കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് VS നേതൃത്വപരമായ പങ്കുവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയനായി അതിനെ വളർത്തിയെടുക്കുന്നതിനും VSന് കഴിഞ്ഞു. 1923 ഒക്ടോബർ 20 VS എന്ന വിപ്ലവ സൂര്യന്റെ ജനനം. 1940 17ാമത്തെ വയസ്സിൽ പാർട്ടി അംഗമായി. സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരെ നടന്ന പുന്നപ്പറ വയലാർ പ്രക്ഷോഭത്തിലും ഭാഗവാക്കായി. അതിന്റെ ഫലമായി പോലീസിന്റെ കൊടിയ പീഡനത്തിന് VS വിധേയമായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിലായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലാവുകയും പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു സഖാവ് VSന്. 1952 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി. 1986 ജില്ലാ സെക്രട്ടറിയുമായി. 57 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. റിവിഷണലിസത്തിനെതിരായ പോരാട്ടത്തിൽ സജീവ പങ്കാളിയുമായി. CPIM രൂപീകരണത്തിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് സഖാവ് VSന്റെ മരണത്തോടെ ഇല്ലാതായത്. 1967 1970 വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തി. 1991 മാരാരിക്കുളത്തു നിന്നും 4 തവണ മലമ്പുഴയിൽ നിന്നും ജയിച്ചു. 1980 സംസ്ഥാന സെക്രട്ടറിയായി 3 തവണ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. 1985 പോളിറ്റ് ബ്യൂറോ അംഗമായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2009 പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വിടവാങ്ങി. ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും മാതൃകാപരമായി തന്നെ VS ഇടപെട്ടു. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നുകാട്ടുന്നതിനായി ഏതറ്റം വരെയും പ്രായത്തെ അവഗണിച്ച് സഞ്ചരിച്ച് ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച നേതാവ് കൂടിയായിരുന്നു സഖാവ് VS. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ VSനോളം ഉയർന്നു നിന്ന പ്രതിപക്ഷ നേതാക്കൾ കുറവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചു. 2006 മെയ് മാസത്തിൽ കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹം സ്ഥാനമേറ്റു. ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തുകയെന്ന പാർട്ടി കാഴ്ചപ്പാട് നടപ്പിലാക്കുവാൻ VS നേതൃത്വപരമായ പങ്കുവഹിച്ചു. പൊതുമേഖലാ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ കൂടുതൽ ശക്തിയായി ഇടപെട്ടുകൊണ്ടും ആ സർക്കാർ മുന്നോട്ടുപോയി. മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു. നമ്മുടെ കേരളം ഇന്ന് കാണുന്ന പുരോഗതിക്ക് ഊടും പാവും നെയ്ത സഖാവ് VS